അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ജസ്റ്റ് ഇത് കാണുക, എന്നിട്ട് മനസ്സിലാക്കുക. എൻട്രി എടുക്കാനൊന്നും പറയുന്നില്ല, മനസ്സിലാക്കി വയ്ക്കുക. ഒരു 10 പ്രാവശ്യം കണ്ടിട്ട് ഇതേ സെയിം സിനാരിയോ ഒരു 7 പ്രാവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാം കേട്ടോ. ഓൺ റിസ്കിൽ മാത്രം ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരിക്കലും എൻട്രി എടുക്കരുത്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പഠിച്ച് ചെയ്യാം. ഓക്കെ. ഹായ്, അപ്പോൾ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടൊക്കെ എങ്ങനെ വരയ്ക്കുക, ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കുക, ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്ന, അതായത് ഏറ്റവും കൂടുതൽ റിജക്ഷൻ വന്നൊരു ഏരിയ ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് വരയ്ക്കുക, അല്ലേ? അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിജക്ഷൻ വന്നൊരു ഏരിയ തന്നെയായിരിക്കും എന്ത് റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കുക. ഇപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് വരയ്ക്കാൻ പറ്റില്ല നമ്മൾക്ക്. അപ്പോൾ ഇതൊരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള ഒരു ഏരിയ ആണിത്. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതായിരിക്കും വരാം. കാരണം മാർക്കറ്റ് പിന്നെ അതിൻ്റെ ഉള്ളിലാണ് റേഞ്ച്, അതായത് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് കിടന്ന് താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇനി നമുക്ക് വരുന്ന കുറേ അബദ്ധങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബ്രേക്കിംഗ് കിട്ടുമ്പോൾ, അതായത് എക്സാമ്പിൾ ഇതേപോലൊരു ബ്രേക്കിംഗ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? മാർക്കറ്റ് താഴേക്ക് ഒറ്റയടിക്ക് വരും എന്നുള്ളത് വിചാരിക്കും, അല്ലേ? ഈ റെഡ് ക്യാൻഡിൽ പോലെ ഒരു ബ്രേക്കിംഗ് കിട്ടുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോവും, മാർക്കറ്റ് ആദ്യം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി. കാരണം ആദ്യം ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. നെക്സ്റ്റ് ടൈം ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു കാര്യം റീടെസ്റ്റ് വരുമ്പോൾ, അതായത് ഈ പച്ചക്കാനിൽ വരുമ്പോൾ നമുക്ക് അവിടെ എൻട്രി എടുക്കാമെന്ന് വിചാരിക്കും. ചിലവർ ഓടിച്ചാടി എൻട്രി എടുക്കും. SL എവിടെ വയ്ക്കുകയെന്നറിയോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. SL വയ്ക്കുക എവിടെയാണ്? ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ചില ആൾക്കാർ, എല്ലാവരും അല്ല പറയണത്, ചില ആൾക്കാരാണ് പറയണത്. ആർക്കിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അത്. SL ഇവിടെ വയ്ക്കും. 10 പോയിൻറ്റ് 16 പോയിൻറ്റ് എന്നൊക്കെ വെച്ചാലും പ്രീമിയത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് വയ്ക്കും. ടാർജറ്റ് ചിലപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ശരിക്കും കേട്ടോ. ഈ ഞാൻ പറഞ്ഞ ഈ റേഞ്ചിലേക്ക് ടാർജറ്റ് വയ്ക്കാം. അല്ലെങ്കിൽ 1:2 പ്രകാരം. ഇപ്പോൾ 16 ആണെങ്കിൽ 16 × 16 32 അല്ലോ, 32 ഈ റേഞ്ചിലേക്ക് വയ്ക്കും. 1:2 പ്രകാരം ഈ റേഞ്ചിലേക്കൊക്കെ വയ്ക്കും. ഓക്കെ. അപ്പോൾ നടക്കുന്ന എന്താ സംഭവിച്ചാൽ, സിമ്പിളായിട്ട് അവരുടെ SL, അല്ലേ, അവരുടെ SL ഓക്കെ ഇവിടെ അടിച്ച് പോയിട്ടുണ്ട്, ഇല്ലേ? കാണുന്നില്ല, അവർ SL അടിച്ച് പോയിട്ട്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഫോണിലാണ് കേട്ടോ, സിസ്റ്റത്തിലല്ല. ഞാനിപ്പോൾ ഒരു വേറെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. സമാധാനപരമായിട്ട് ഇരുന്നിട്ടാണ് ഇതിപ്പോൾ പറഞ്ഞിരുന്നത്. വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഒച്ചയുമ്പോഴൊക്കെയാണ് കുട്ടികളും അവരവരൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ SL അടിച്ച് പോയി, ഇല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പറ്റുന്ന ഫോൾട്ട്? എന്താണ്? നമ്മളെടുക്കുന്ന ഡിസിഷൻസാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാം ശരിയാവണമെന്നില്ല മാർക്കറ്റിൽ. ഓക്കെ. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന വേറൊരു കേസ്, എങ്ങനെയാണ് നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു എൻട്രി ഇപ്പോൾ 5 മിനിറ്റ് പ്രകാരം എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്കിംഗ് ഫോർമേഷൻ ഇങ്ങനെയായിരിക്കണം. അതായത് ഇങ്ങനെയായിരിക്കണം ബ്രേക്കിംഗ് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ, മനസ്സിലായില്ലേ? ഇങ്ങനെയായിരിക്കണം ബ്രേക്കിംഗ് ഫോർമേഷൻ. അതായത് ഈ ക്യാൻഡിൽ, ഇപ്പോൾ ഇതൊരു പച്ച ക്യാൻഡിലാണെങ്കിൽ, ഒരു മിനിറ്റ് കേട്ടോ, ഓക്കെ, ഇപ്പോൾ ഇതൊരു പച്ച ക്യാൻഡിലല്ലേ, അല്ലേ? ഇതിൻ്റെ ഫോർമേഷൻ എങ്ങനെയായിരിക്കണം? ബ്രേക്ക് ചെയ്യുമ്പോൾ അതായത് ഈ ഒരു റേഞ്ചിൻ്റെ 50% എബോ ബ്രേക്കിംഗ് കിട്ടിയിരിക്കണം, മനസ്സിലായില്ലേ? 50% എബോ ബ്രേക്കിംഗ് കിട്ടിയിരിക്കണം ഇങ്ങനെ. അപ്പോൾ ഈ റേഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ റേഞ്ചും അതുപോലെ തന്നെ ഈ റേഞ്ചും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ മറ്റേ എന്താ പറയുക, നമ്മുടെ റേഞ്ചിൻ്റെ ആ ഒരു സംഭവം എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു 50% കിട്ടാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാൽ അറിയാം. നോക്കൂ, ഇതിൻ്റെ 50% വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഒരു ക്യാൻഡിലിൻ്റെ 50% വരുന്നത് ഇവിടെയാണ്, അല്ലേ? ഇവിടെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അതിലും എത്രയോ കൂടുതലായിട്ടാണ്, അതായത് അത്രയും മുകളിലാണ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് വന്നിട്ടുള്ളത്, അല്ലേ?
ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഇനി ഡയറക്ഷൻ മാറ്റും. മനസ്സിലായില്ലേ? മാർക്കറ്റ് ഓൾറെഡി 50% മുകളിൽ, 60%, 70% മുകളിലാണ് ക്ലോസിങ് കിട്ടണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുകളിലേക്ക് എൻട്രി എടുക്കാം. പക്ഷേ എൻട്രി എടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് റേഞ്ചിലേക്ക്, ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നാൽ മാത്രം, മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ വന്ന് ടാപ്പ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുക. പിന്നെ ഒരു കേസും കൂടി പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരുന്നോ? എപ്പോഴാണോ മാർക്കറ്റ് സപ്പോർട്ട് റേഞ്ചിലേക്ക് വരുന്നത്, ആ വരുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലൊരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്യാൻഡിലിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ ക്യാൻഡിലിൽ നിന്ന് റിജക്റ്റ് ആവും മാർക്കറ്റ്. ശരി, നല്ലൊരു മൂവ്മെൻറ്റ് ബുള്ളിഷ് വരുന്ന ടൈമിൽ മാർക്കറ്റ് അധികം താഴേക്കൊന്നും വരാൻ നിൽക്കുന്നില്ല. മാർക്കറ്റിന് അറിയാത് അവിടെ വേറെ ഒരു കാത്തിരിക്കുന്നുണ്ടാവുന്നൊക്കെ. അപ്പോൾ എന്താ ചെയ്യും? മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലുമ്മേൽ വന്ന് ടാപ്പ് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ വരച്ച് കഴിഞ്ഞാൽ, ഫോണിലായാലും വരയ്ക്കാൻ ഇത്തിരി പാടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ റേഞ്ച് ഉണ്ടാക്കിയിട്ടേ വരുള്ളൂ, അല്ലാണ്ട് ഒറ്റയടിക്കൊന്നും ചാടി വരുന്നില്ല. ഇങ്ങനെ വന്ന് ഇതിലൊന്ന് ടാപ്പ് ചെയ്യും. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വന്നിട്ടായിരിക്കും പിന്നെ ഇവിടെ നിന്ന് റേഞ്ച് കാണിച്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുക. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എന്തായിരിക്കണം നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് വെച്ചു എൻട്രി എടുക്കുക. നമ്മൾ ഒരു മിനിറ്റ് സെല്ല് ഒരു ചെറിയ 10 പോയിൻ്റ് ഒക്കെ വെച്ചാൽ മതി. 10-13 പോയിൻ്റ് വയ്ക്കുക. എപ്പോഴും പ്രീമിയത്തിൽ വയ്ക്കും. എപ്പോഴും ഒരു റേഞ്ചിൽ തന്നെ വയ്ക്കുക. അതായത് നമ്മളൊരു 10 പോയിൻ്റ് വയ്ക്കുന്നത് വെച്ചാൽ 10 പോയിൻ്റ് തന്നെ വെച്ച് എപ്പോഴും ട്രേഡ് ചെയ്യാം. ശരി, ഒരു 1:2, 1:2.5 ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് വയ്ക്കാം. എന്തായാലും ഈ ക്യാൻഡലിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം, അറിയണവരുണ്ടായിരിക്കാം. ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് വന്ന് കുറച്ചും കൂടി, അതായത് അതിൻ്റെ മുകളിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഇംബാലൻസ്, അതായത് ഈ സൈഡിൽ ഈ ഒരു ഏരിയയിൽ വല്ല ഇംബാലൻസോ ലിക്വിഡിറ്റിയോ ഉണ്ടോ എന്ന് നോക്കും മാർക്കറ്റ്. ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറാം. 90% അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു സെനാരിയോ ആണ് വരാൻ സാധ്യതയുള്ളത്. ഇതേപോലെ തന്നെ നിങ്ങൾ ഡൗണിലേക്കും ചിന്തിച്ചാൽ മതി കേട്ടോ. ഇതേപോലെ തന്നെയായിരിക്കും ഡൗണിലേക്കും വരാം. ഡൗണിലേക്ക് എങ്ങനെ വരും? എപ്പോഴാണോ ഇതിന് ഇങ്ങനെ ഒരു 90% ബ്രേക്കിംഗ് കിട്ടുന്നത്, നിങ്ങളപ്പോൾ ഉറപ്പിച്ചോ. ബ്രേക്കിംഗ് കിട്ടണത്, അതായത് ഇത്ര വേണ്ട, കുറച്ചുകൂടി നിങ്ങൾ കെട്ടിക്ക് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയോ മാർക്കറ്റ് വരാം, ഇങ്ങനെയൊക്കെ വരും മാർക്കറ്റ് കേട്ടോ. മനസ്സിലായി? ഇങ്ങനെ ബ്രേക്കിംഗ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ മറ്റേ ടൂൾ എടുത്ത് നോക്കാം. നമ്മുടെ 50%, നിങ്ങൾ 50% നിങ്ങൾക്ക് ഏത് ടൂൾ എടുത്ത് നോക്കാം കേട്ടോ. അത് പ്രശ്നമൊന്നുമല്ല. 50% നോക്കുമ്പോൾ 50% എബോ ഇതിന് താഴെയാണ് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 90% മാർക്കറ്റ് എന്ത് ഡയറക്ഷനിലേക്കായി? ഡൗൺ ഡയറക്ഷനിലേക്കായി. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, നേരെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇതിൽ വന്നിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരണമെങ്കിൽ ഒരു സെനാരിയും കൂടി നമ്മൾ നോക്കണം. ശരി, അതായത് ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതെന്ത് സാഹചര്യമാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്ത് ചിത്രമാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്ത് സെറ്റപ്പാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓപ്പണായി മാർക്കറ്റ് ഓപ്പണായിട്ട്, അതായത് ഇവിടെ മാർക്കറ്റ് ഓപ്പണായിട്ട്, മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഈ മാർക്കറ്റ് ഒരിക്കലും ഫസ്റ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഇങ്ങോട്ട് ഡയറക്റ്റ് വരരുത്. ഇങ്ങനെയാണ് ഓപ്പണായി ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ, അവിടെ ഈ റേഞ്ച് കണ്ട, ഈ ഒരു റേഞ്ചിലൊക്കെ വന്നിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു സപ്പോർട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട്, റെസിസ്റ്റൻസ് അല്ല കേട്ടോ, സപ്പോർട്ടായിരിക്കും ഇത്. കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ അത് സപ്പോർട്ടായി മാറുമല്ലോ. ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട്, അതായത് ഡയറക്റ്റ് മാർക്കറ്റ് ഇങ്ങനെ ഡയറക്റ്റ് വന്നൊരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് സ്വഭാവം മാറും. അപ്പോൾ പിന്നെ മാർക്കറ്റ് റിവേഴ്സ് കാണിക്കുകയാണെങ്കിൽ, അതായത് ഇതൊരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കരുത്. കാരണം വെച്ചാൽ പിന്നെ മാർക്കറ്റ് നല്ല പോക്ക് മുകളിലേക്ക് പോകും. അതല്ല, മാർക്കറ്റ് ഈ റേഞ്ചിൽ ഓപ്പണായി, ഈ റേഞ്ചിൽ ഓപ്പണായിട്ട് ഫസ്റ്റ് മാർക്കറ്റ് മുകളിലേക്കുള്ള ഡയറക്ഷനാണ് കാണിക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാം. കാരണം നിങ്ങൾ എൻട്രി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പച്ച ഇങ്ങനെ മുകളിലേക്ക് കാണിക്കും,
എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ താന്ന് ഒരു വിക്കൊക്കെ ഉണ്ടാക്കി പതുക്കെ താന്ന് ഇങ്ങനെ വന്ന് പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ അതുപോലെ ഇങ്ങനെ വന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വരും. അപ്പോൾ പോയി നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വന്ന് ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വന്ന് ഈ റേഞ്ചിലൊക്കെ വന്ന് അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ വരും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും ഇങ്ങനെ വന്ന് ഇതിലൊക്കെ വിക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ പറയണ പോലെ ഒരിക്കലും അറിയാമല്ലോ, വിക്കൊക്കെ ഉണ്ടാവും. മാർക്കറ്റ് ഇങ്ങനെ വന്നു ഒറ്റ ടാപ്പിങ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ടാപ്പ് ചെയ്തതിന് ശേഷം ആ ലാസ്റ്റ് ഉണ്ടായ ക്യാൻഡലിൻ്റെ ലോ ഉണ്ടല്ലോ, ആ ലോ എടുത്തിട്ട് വേണം മാർക്കറ്റ് പോകാനായിട്ട്. അല്ലാണ്ട് അവിടെ നിന്ന് അടുത്ത ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ട്, അതായത് ഇവിടെ ഫോമായിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻട്രി എടുക്കരുത്. മാർക്കറ്റിൻ്റെ ആ മൂവ്മെൻറ്റ്, ആ സെക്കൻഡിലുള്ള ആ മൂവ്മെൻറ്റ് കൂടി ശ്രദ്ധിക്കണം. മാർക്കറ്റ് ഇവിടെ ഓപ്പണായിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കണമെങ്കിൽ എൻട്രി എടുക്കരുത്, അത് പണിയാണ്. ഇവിടെ ഓപ്പണായിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം കാണിച്ചാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പണായിരുന്നു ഇരിക്കുക. ഇവിടെ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറ്റട്ടെ, പച്ചോട് നമുക്ക്. ഈ ഒരു റേഞ്ചിൽ ഓപ്പണായിട്ട് മാർക്കറ്റ് ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ ആ ലോ എടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഏതിലോ ഈ ലോ എടുത്തു എന്ന് വിചാരിക്കുക. ആ ലോ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മോഡ് ആ ലോ എടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ഈ ലോ എടുത്തിട്ടാണ് പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം, ധൈര്യമായിട്ട് എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാം, ആ സെക്കൻഡിൽ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യാം. പിന്നെ മാർക്കറ്റ് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം, മനസ്സിലായില്ലേ? ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടണം, സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിങ് കിട്ടണം. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ ഒരു വിക്ക് തന്നിട്ട് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ഇത്തിരി വലിയ ഇതാക്കി വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ, അതായത് ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു വിക്ക് തന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിക്കുക, ഇങ്ങനെ. ഓക്കെ, പിന്നെ ക്യാൻഡിൽ ഉണ്ടാവണം ഇങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് ടൈം പോകണമെങ്കിൽ വിഷമം വഹിക്കണ്ട, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മാത്രം ചിന്തിച്ചാൽ. ഞാൻ വലുതാക്കി വരച്ച് കാണിച്ചു തരണം കേട്ടോ, അത് ഇപ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, ഫോണായ കാരണമാണ്, ഞാൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, വിക്ക് ഇങ്ങനെ വന്നു, ഇങ്ങനെ വിക്ക് വരുമ്പോൾ ഇങ്ങനെ വിക്കും വന്ന് ഇങ്ങനെ അടിയിൽ ബോഡി ക്ലോസിങ് കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും താഴേക്ക് മുകളിൽ നിന്ന് ഇത്രയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് ഒന്നും വിചാരിക്കരുത്. ഇതൊരു സ്ട്രോങ്, ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. ഇതൊരു സപ്പോർട്ടാണ്, സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്, മനസ്സിലായില്ലേ? ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാനൊന്നും നിൽക്കില്ല. മാർക്കറ്റ് മുകളിലുള്ള ലിക്വിഡിറ്റി ഒക്കെ പോയിട്ട് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? ഇതിങ്ങനെ വരും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്ലോസിങ് കിട്ടുമ്പോൾ എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കണം, മനസ്സിലാക്കണം, മാർക്കറ്റിൻ്റെ ആ ഒരു ഡയറക്ഷൻ മുകളിലേക്കാണെന്ന് കൺഫേം ചെയ്യാനായിട്ട് ഈ ക്യാൻഡലിൻ്റെ അടിയിൽ വിക്കില്ല എന്നുള്ള കാര്യം കൂടി ഉറപ്പ് വരുത്തണം. ഈ പച്ച ക്യാൻഡലിൻ്റെ അടിയിൽ ഒരു തരി വിക്ക് പോലും ഇല്ല എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, മാർക്കറ്റ് അപ്സൈഡ് പോവും, മനസ്സിലായില്ലേ? അതിൻ്റെ അടിയിൽ എന്തുണ്ടാവാൻ പാടില്ല, വിക്ക് ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായില്ലേ? ചെറിയ വിക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉറപ്പ് പറയണമല്ല, ഒരു പൊടി വിക്കൊക്കെ വരും. അതായത് കട്ട് ചെയ്തു എന്നുള്ള ഒരു ലെവലിൽ, അതായത് എൻ്റെ അടുത്ത ലോ കട്ട് ചെയ്ത സ്ഥിതിക്ക് ഇങ്ങനത്തെ വിക്കൊക്കെ വരും. എന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാം, മുകളിലേക്ക് ട്രേഡ് എടുക്കാം. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയണത്, ഞാനിപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷനാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് മുകളിലേക്ക് പോകാനാണ്, മനസ്സിലായില്ലേ? ഇനി ചില ക്യാൻഡിഡുകൾ ഒരു ഫോർമേഷൻ ഇവിടെ ഉണ്ടാവണത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. മാർക്കറ്റ് നല്ലൊരു വരവ് ഇവിടെ നിങ്ങോട്ട് വരും, നല്ല സ്പീഡിൽ വരും. മാർക്കറ്റ് വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് മാർക്കറ്റ് ഇതിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കും. ആ ക്യാൻഡിൽ എങ്ങനെ ആയിരിക്കും ക്ലോസിങ്, ഇങ്ങനെയായിരിക്കും ക്യാൻഡിൽ ഉണ്ടാവുക, മനസ്സിലായില്ലേ? എന്തൊട്ട് ക്യാൻഡിലാണത്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് മുകളിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള
വിക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഇത്തിരി കുറവാണ് കേട്ടോ. താഴെ വരുമ്പോഴൊക്കെ, പക്ഷേ മുകളിൽ വന്നാൽ ഇത്തിരി പ്രശ്നമാണ്. ഇവിടെ എങ്ങനെ ആയിരിക്കണം വരേണ്ടത്? ഇങ്ങനെ വരണം. അതായത് മുകളിലേക്ക് വന്നിട്ട് ഒന്ന് താഴെ, അതായത് ഇങ്ങനെ ആയിരിക്കണം ഇവിടെ വരേണ്ട ക്യാൻഡിൽ. മനസ്സിലായില്ലേ? ഇങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മാർക്കറ്റിൻ്റെ ആ ഒരു ഫോർമേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കത്തും. നിങ്ങൾ വെറുതെ എടുക്കേണ്ട നിങ്ങൾ വാച്ച് ചെയ്താൽ മാത്രം മതി. ഇത് ചിലർക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻട്രി എടുക്കരുത്. മനസ്സിലായില്ലേ? മാർക്കറ്റ് ഓപ്പണായി ഫസ്റ്റ് മാർക്കറ്റ് ഇതിൻ്റെ പകുതിയിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ബോഡിയുടെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുത്തോ, ധൈര്യമായിട്ട് എൻട്രി എടുത്തോ, വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഈ മെയിൻ ക്യാൻഡിലിൻ്റെ, ഏത് മെയിൻ ക്യാൻഡിലിൻ്റെ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് അതായത് ഇവിടം വരെ ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ റിവേഴ്സ് ആവും. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതൽ സെനാരിയോ കണ്ടിട്ടുള്ളത്. ഈ ക്യാൻഡിലിൻ്റെ ഹൈ എവിടെയാണ്? ഇവിടെ അല്ലേ? ഈ ഹൈ ഇതായിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾ പ്രീമിയം ചാർട്ടിൽ അടിക്കുന്ന കാത്തിരിക്കരുത്. മെയിൻ ചാർട്ടിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 1:2 ആണെങ്കിൽ നിങ്ങൾ അപ്പം എക്സിറ്റ് അടിച്ച് മാറാം. മനസ്സിലായില്ലേ? പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും. അത് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തൊക്കെ നടക്കും. മാർക്കറ്റിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനൊക്കെ അല്ലെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ എവിടെയാണെന്ന് നോക്കും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് വരാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട്, പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കട്ടെ. ഞാൻ അത് പറഞ്ഞിട്ട് ഇതാക്കണമെന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. നെക്സ്റ്റ് മാർക്കറ്റ് ഇവിടെ ഓപ്പണായി മാർക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ പോയിരിക്കും. ഒറ്റ മൂവ്മെൻ്റ് അല്ല, ഇങ്ങനെ പോവും. എന്നിട്ട് മാർക്കറ്റ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റ് ഇങ്ങനെ കാണിക്കും. ചിലപ്പോൾ ഇങ്ങനെ താഴേക്ക് വരും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ താഴേക്ക് ഇങ്ങനെ വരുന്ന പോലെ താഴേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പേടിക്കും ഇല്ലേ? 90% ആൾക്കാരും പേടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റ് പിന്നീട് ഇവിടുന്ന് ഇതിൻ്റെ ലോ എടുത്തിട്ട് പിന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ കണ്ടിട്ടുള്ളതാണ് പറയണത്, ശരിയാവണമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ടാർഗറ്റ് എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ, ഈ മെയിൻ ചാർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം നമ്മൾ വെച്ചതിൻ്റെ 1:2 ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു 10 പോയിൻ്റാണ് SL വെക്കണമെങ്കിൽ 20 പോയിൻ്റ് ഇവിടെ എത്തുമ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ, പ്രീമിയം ചാർട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SL എടുത്തിട്ട് എവിടെ വെക്കണം? നിങ്ങൾ മേടിച്ച പ്രൈസിൽ, അതായത് നിങ്ങൾ പ്രീമിയം ചാർട്ടിൽ മേടിച്ച പ്രൈസിലേക്ക് നിങ്ങൾ എന്ത് വെക്കണം? SL ഇട്ട് വെക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ SL വന്ന് രണ്ടാമത് മാർക്കറ്റ് വന്നിട്ട് SL വന്ന് ഒരൊറ്റ അടിച്ചാലും നിങ്ങൾക്കവിടെ നഷ്ടമില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഈ മാർക്കറ്റ് വീണ്ടും തിരിച്ച് സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഡബിളാണ്. മനസ്സിലായില്ലേ? 1:2 ആണെങ്കിൽ 1:3 4 നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എൻട്രികൾ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ മെയിൻ ഒരു എലമെൻ്റ് ഇതാണ്. പിന്നെ കുറച്ച് കൺഫർമേഷൻസും കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും കൂടി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ.